അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1366. സൂറത്ത് ഹൂദ് 84 മുതൽ 95 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإلى مدين أخاهم شعيبا قال يا قوم اعبدوا الله ما لكم من إله غيره ولا تنقصوا المكيال والميزان إني أراكم بخير وإني أخاف عليكم عذاب يوم محيط ويا قوم أوفوا المكيال والميزان بالقسط ولا تبخسوا الناس أشياءهم ولا تعثوا في الأرض مفسدين بقية الله خير لكم إن كنتم مؤمنين وما أنا عليكم بحفيظ قالوا يا شعيب وصلاتك تأمرك أن نترك ما يعبد آباؤنا أو أن نفعل في أموالنا ما نشاء إنك لأنت الحليم الرشيد قال يا قوم أرأيتم إن كنت على بينة من ربي ورزقني منه رزقا حسنا وما أريد أن نخالفكم إلى ما أنهاكم عنه إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب ويا قوم لا يجرمنكم شقاقي أن يصيبكم مثل ما أصاب قوم نوح أو قوم هود أو قوم صالح وما قوم لوط منكم ببعيد واستغفروا ربكم ثم توبوا إليه إن ربي رحيم ودود قالوا يا شعيب ما نفقه كثيرا مما تقول وإنا لنراك فينا ضعيفا ولولا رهتك لرجمناك وما أنت علينا بعزيز قال يا قوم أرهطي أعز عليكم من الله واتخذتموه وراءكم ظهريا إن ربي بما تعملون محيط ويا قوم اعملوا على مكانتكم إني عامل سوف تعلمون من يأتيه عذاب يخزيه ومن هو كاذب وارتقبوا إني معكم رقيب ولما جاء أمرنا نجينا شعيبا والذين آمنوا معه برحمة منا وأخذت الذين ظلموا الصيحة فأصبحوا في ديارهم جاثمين كأن لم يغنوا فيها ألا بعدا لمدين كما بعدت ثمود صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد. وإلى مدين أخاهم شعيبا. മദിയൻ നാട്ടുകാരിലേക്ക് അവരുടെ സഹോദരൻ ശുഐബ് നബി അലൈഹി ഇസ്ലാമിനെ നാം പ്രവാചകരായി നിയോഗിച്ചു. ഖാല ശുഐബ് നബി പറഞ്ഞു, യാ ഖൗമി, എന്റെ ജനങ്ങളെ, ഉഅ്ബുദുല്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കണം, മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, അല്ലാഹു അല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു ആരാധ്യനും ഇല്ല. വലാ തൻഖുസുൽ മിക്യാല വൽ മീസാൻ, അളവും തൂക്കത്തിലും നിങ്ങൾ കുറവ് വരുത്തരുത്. ഇന്നി അറാക്കും ബിഖൈരിൻ, നിശ്ചയം നിങ്ങളെ ഞാൻ സമൃദ്ധിയിലാണ് കാണുന്നത്. വഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ മുഹീത്ത്,
മൊത്തം നിങ്ങളെ ബാധിക്കുന്ന ഒരു ദിവസത്തെ ശിക്ഷയെ നിങ്ങളുടെ മേലിൽ ഞാൻ ഭയപ്പെടുന്നു. വയാ ഖൗമി, എന്റെ ജനങ്ങളെ, ഔഫുൽ മിക്യാല വൽ മീസാന ബിൽ ഖിസ്ത്, അളവും തൂക്കവും നീതിയോടുകൂടെ നിങ്ങൾ പൂർത്തിയാക്കണം. വലാ തബ്ഖസുന്നാസ അശിയാഅഹും, ജനങ്ങൾക്ക് അവരുടെ വസ്തുക്കളിൽ നിങ്ങൾ കുറവ് വരുത്തരുത്. വലാ തഅസൗ ഫിൽ അർളി മുഫ്സിദീൻ, നിങ്ങൾ നാശകാരികളായിക്കൊണ്ട് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും അരുത്. ബഖിയ്യത്തുല്ലാഹി ഖൈറുൽ ലക്കും, അല്ലാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് ശേഷിക്കുന്നതാണ് നിങ്ങൾക്ക് ഉത്തമം. ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ. വമാന അലൈക്കും ബിഹഫീദ്, ഞാൻ നിങ്ങളുടെ മേലിൽ കാവൽക്കാരനൊന്നുമല്ല. ഖാലു, അവർ പറഞ്ഞു, യാ ശുഐബു, ശുഐബ് നബിയെ, സ്വലാത്തുക തഅമുറുക, നിങ്ങളുടെ നിസ്കാരമാണോ നിങ്ങളോട് കൽപ്പിക്കുന്നത്, അൻ നത്രുക മാ യഅബുദു ആബാഉന, ഞങ്ങളുടെ പിതാക്കൾ ആരാധിച്ചിരുന്ന വസ്തുക്കൾ ഞങ്ങൾ ഉപേക്ഷിക്കണമെന്ന്. ഔ അൻ നഫ്അല ഫി അംവാലിനാ മാ നശാ, അല്ലെങ്കിൽ ഞങ്ങളുടെ സമ്പത്തിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ പ്രവർത്തിക്കുന്നതിനെ ഉപേക്ഷിക്കണമെന്ന് നിങ്ങളോട് നിങ്ങളുടെ നിസ്കാരമാണോ കൽപ്പിക്കുന്നത്? ഇന്നക അൻതൽ ഹലീമുർ റഷീദ്, നിങ്ങൾ നല്ല സഹനശീലനും വിവേകശാലിയുമല്ലേ. ഖാല, ശുഐബ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, യാ ഖൗമി, എന്റെ ജനങ്ങളെ, അറഅയ്തും, നിങ്ങൾ പറഞ്ഞു തരൂ, ഇൻ കുന്തു അലാ ബയ്യിനത്തിൻ മിർ റബ്ബി, ഞാൻ എന്റെ നാഥനിൽ നിന്നുള്ള തെളിവിന്റെ മേലിലാവുകയും വറസഖനി മിൻഹു റിസ്ഖൻ ഹസന, അവനിൽ നിന്ന് എനിക്കവൻ നല്ല ഉപജീവനം നൽകുകയും ചെയ്താൽ, ആ റബ്ബ് നിർദ്ദേശിച്ച സംഗതികൾ പിന്നെ ഞാൻ മറച്ചുവെക്കുന്നത് ശരിയാണോ? വമാ ഉരീദു അൻ നുഖാലിഫക്കും ഇലാ മാ അൻഹാക്കും അൻഹു, ഞാൻ നിങ്ങളെ എന്തൊരു കാര്യത്തെ തൊട്ടാണോ വിലക്കുന്നത്, അതേ കാര്യത്തിലേക്ക് നിങ്ങളിൽ നിന്ന് ഭിന്നമായി തിരിച്ചു പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്നുരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു, എന്നെക്കൊണ്ടാവും വിധത്തിൽ നന്മയുണ്ടാക്കലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാ, എനിക്കതിനുള്ള സൗഭാഗ്യം അല്ലാഹുവിനെ കൊണ്ട് മാത്രമാണ് ലഭിക്കുന്നത്. അലൈഹി തവക്കൽതു, അവന്റെ മേലിലാണ് ഞാൻ ബരമേൽപ്പിക്കുന്നത്. വൈലൈഹി ഉനീബ്, അവനിലേക്കാണ് ഞാൻ കേരിച്ചു മടങ്ങുകയും ചെയ്യുന്നത്. വയാ ഖൗമിയോ, എന്റെ ജനങ്ങളെ, ലാ യജ്രിമന്നക്കും ശിഖാഖി, എന്നോടുള്ള നിങ്ങളുടെ മാത്സര്യ ബുദ്ധി നിങ്ങളെ പ്രേരിപ്പിക്കരുത്. അൻ യുസീബക്കും മിസ്ലു മാ അസാബ ഖൗമ നൂഹിൻ, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനതകളെ ബാധിച്ചതുപോലുള്ള ശിക്ഷ നിങ്ങളെ ബാധിക്കാൻ പ്രേരിപ്പിക്കരുത്. ഔ ഖൗമ ഹൂദിൻ, അല്ലെങ്കിൽ ഹൂദ് നബിയുടെ ജനതയെ ബാധിച്ചതുപോലുള്ള, ഔ ഖൗമ സാലിഹിൻ, അല്ലെങ്കിൽ സാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനതയെ ബാധിച്ചതുപോലുള്ള ശിക്ഷകൾ, തിരിച്ചടികൾ, അത് നിങ്ങളെ ബാധിക്കാൻ എന്നോടുള്ള മാത്സര്യം നിങ്ങൾക്ക് ഹേതുവാവരുത്. ഉമാ ഖൗമു ലൂത്തും മിൻകും ബിബഈദ്, ലൂത്ത് നബിയുടെ ജനത നിങ്ങളിൽ നിന്ന് വിദൂരത്തൊന്നുമല്ലല്ലോ. വസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങളുടെ നാഥനോട് നിങ്ങൾ പൊറുക്കലിനെ തേടുക. സുമ്മ തൂബു ഇലൈഹി, എന്നിട്ട് അവരിലേക്ക് നിങ്ങൾ പശ്ചാത്തപിച്ചു മടങ്ങുകയും ചെയ്യുക. ഇന്ന റബ്ബി റഹീമുൻ വദൂദ്, നിശ്ചയം എന്റെ നാഥനായ അല്ലാഹു വല്ലാതെ കരുണ കാണിക്കുന്നവനും വലിയ സ്നേഹമുള്ളവനുമാണ്. ഖാലു, അവർ പറഞ്ഞു, യാ ശുഐബു, ശുഐബേ, മാ നഫ്ഖഹു കസീറൻ മിമ്മാ തഖൂൽ, നിങ്ങൾ പറയുന്ന ധാരാളം കാര്യങ്ങളും ഞങ്ങൾക്ക് മനസ്സിലാവുന്നേയില്ല. വഇന്നാ ലനറാക ഫീനാ ളഈഫ, നിങ്ങളെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ദുർബലനായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. വലൗലാ റഹ്തുക ലറജംനാക, നിങ്ങളുടെ കുടുംബമില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ഞങ്ങൾ കല്ലെറിഞ്ഞു കൊന്നേനെ. വമാ അൻത അലൈനാ ബിഅസീസ്, നിങ്ങൾ ഞങ്ങളുടെ പേരിൽ ഒരു പ്രതാപിയൊന്നുമല്ല. ഖാല, ശുഐബ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, യാ ഖൗമി, എന്റെ ജനങ്ങളെ, അറഹത്തി അഅ്സു അലൈക്കും മിനല്ലാഹ്, എന്റെ കുടുംബമാണോ നിങ്ങൾക്ക് അല്ലാഹുവിനേക്കാൾ പ്രതാപമുള്ളവർ? വത്തഖദ്തുമൂഹു വറാഅക്കും ലഹരിയ, എന്നിട്ട് അല്ലാഹുവിനെ നിങ്ങൾ നിങ്ങളുടെ പിൻഭാഗത്തേക്ക് തള്ളുകയുമാണോ ചെയ്യുന്നത്? ഇന്ന റബ്ബി ബിമാ തഅമലൂന മുഹീത്ത്, നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം എന്റെ നാഥൻ വിശദമായി അറിയുന്നുണ്ട്. അർഹമായ പ്രതിഫലം നിങ്ങൾക്ക് അവൻ തരുമെന്നർത്ഥം. വയാ ഖൗമി, എന്റെ ജനങ്ങളെ, യഅ്മലു അലാ മക്കാനത്തിക്കും, നിങ്ങൾ നിങ്ങളുടെ നിലപാടനുസരിച്ച് പ്രവർത്തിക്കുക. ഇന്നി ആമിൽ, ഞാൻ എന്റെ നിലപാടനുസരിച്ചും പ്രവർത്തിക്കുന്നു. സൗഫ തഅലമൂന, പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാകും. മൻ യഅ്തീഹി, ആർക്കാണ് വരിക എന്ന്. അദാബുൻ യുഖ്ദീഹി, അവനെ മാനം കെടുത്തുന്ന ശിക്ഷ. ഒമൻ ഹുവ കാദിബ്, ആരാണ് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് കള്ളം പറയുന്നത് എന്നും പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാകും. വർത്തഖിബു, ആ മനസ്സിലാകുന്ന സമയം നിങ്ങൾ കാത്തിരിക്കുക. ഇന്നി മഅക്കും റഖീബ്, ഞാനും നിങ്ങളുടെ കൂടെ കാത്തിരിക്കുന്നവനാണ്. വലമ്മാ ജാഅ അംറുന, അങ്ങനെ നമ്മുടെ ശിക്ഷയുടെ കൽപ്പന വന്നപ്പോൾ,
നജ്ജൈന ഷുഐബ് നബിയെ നമ്മൾ രക്ഷപ്പെടുത്തി വല്ലദീന ആമനൂ മഅഹു ഷുഐബ് നബിയുടെ കൂടെയുള്ള വിശ്വാസികളെ നമ്മൾ രക്ഷപ്പെടുത്തി ബിറഹ്മത്തിൻ മിന്ന നമ്മിൽ നിന്നുള്ള കാരുണ്യം മുഖേന വഅഖദത്തില്ലദീന ളലമു സൈഹ അക്രമികളായ ആളുകൾ ഒരു ഘോര ശബ്ദം പിടികൂടുകയും ചെയ്തു ഫാസ്ബഹു ഫീ ദിയാരിഹിം ജാസിമീൻ അപ്പോൾ അവർ അവരുടെ വീടുകളിൽ മുഖം കുത്തി വീണവരായി നേരം വെളുത്തു കല്ലം യഗനൗ ഫീഹ അവരവിടെ ജീവിച്ചിട്ടേ ഇല്ലാത്തതുപോലെ നശിച്ചുപോയി അവർ അലാ അറിയണം ബുഅദല്ലി മദിയൻ നാടിനാകുന്നു ശാപം കമാ ബഅദത്ത് സമൂദ് ഗോത്രത്തിന് നാശം വന്നതുപോലെ. ബഹുമാനപ്പെട്ട ഖുർആൻ ഇവിടെ മദിയൻ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് പ്രവാചകരായി നിയോഗിക്കപ്പെട്ട ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം വിശദീകരിക്കുകയാണ്. ഇവിടെ ശുഐബ് നബി അലൈഹിസ്സലാം പ്രബോധനം നടത്തിയ നാടാണ് മദിയൻ എന്ന് പറയുന്നത്. അത് ഹിജാസിന്റെയും ഷാമിന്റെയും ഇടയിൽ താമസിച്ചുകൊണ്ടിരുന്ന ഒരു അറേബ്യൻ വിഭാഗമാണ് മദിയൻകാർ എന്ന് പറയുന്നത്. ആ മദിയൻകാരിലേക്ക് പ്രവാചകനായി അവരുടെ നാട്ടിൽ തന്നെയുള്ള ഉന്നത തറവാട്ടുകാരനായ ശുഐബ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല പ്രവാചകനായി നിയോഗിച്ചു. മുമ്പ് വന്ന പ്രവാചകന്മാരൊക്കെ പറഞ്ഞതുപോലെ ശുഐബ് നബിയും ആ നാട്ടുകാരിലേക്ക് വന്നിട്ട് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം യാ ഖൗമി അഅ്ബുദുല്ലാഹ് എന്റെ ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം എന്നതായിരുന്നു. മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു അല്ലാഹു അല്ലാത്തൊരു ആരാധ്യനും നിങ്ങൾക്കില്ല. വലാ തൻഖുസുൽ മിക്യാല വൽ മീസാൻ തൗഹീദ് സ്ഥാപിക്കുകയാണ് ഓരോ നബിമാരും വന്നിട്ട് ചെയ്യുന്ന ആദ്യത്തെ പണി. അതോടൊപ്പം തന്നെ ആ കാലഘട്ടത്തിൽ ആ സമൂഹത്തിലുള്ള ഏറ്റവും വലിയ തിന്മകൾ, സമൂഹത്തെ മൊത്തത്തിൽ ഗ്രസിക്കുകയും ബാധിക്കുകയും ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾ, ആ തെറ്റുകുറ്റങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുക എന്നത് പ്രഥമമായി ആ പ്രവാചകന്മാർ സ്വീകരിക്കുന്ന സമുദ്ധാരണ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. മുൻകാല നബിമാരുടെ കാലത്തൊക്കെ ഓരോ വിധത്തിലുള്ള തിന്മകൾ നമ്മൾ നേരത്തെ വിശദീകരിച്ചു. ശുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്തുണ്ടായിരുന്ന സാമൂഹ്യ തിന്മ എന്ന് പറയുന്നത് അളത്തത്തിലും തൂക്കത്തിലും കുറവ് വരുത്തുക എന്നതുകൂടിയായിരുന്നു. ബിംബാരാധന നടക്കുന്നുണ്ട്, വിശ്വാസരംഗത്ത് അപജയമുണ്ട്, അതിന്റെ കൂടെ കർമ്മരംഗത്ത് സാമൂഹ്യമായ ദുരാചാരങ്ങളുടെ കൂട്ടത്തിൽ എടുത്തു പറയേണ്ടതായിരുന്നു അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുക, അതിൽ ഭിന്നമായിട്ടുള്ള ശൈലി സ്വീകരിക്കുക. അതായത് ജനങ്ങൾക്ക് എന്തെങ്കിലും അളന്നു കൊടുക്കുകയോ തൂക്കി കൊടുക്കുകയോ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടേണ്ട, ഉപഭോക്താക്കൾക്ക് കിട്ടേണ്ടത് പൂർണ്ണമായി കൊടുക്കാതിരിക്കുക. അവരിൽ നിന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് അളന്നോ തൂക്കിയോ എടുക്കുകയാണെങ്കിൽ ഇവർക്ക് അവകാശപ്പെട്ടതിനേക്കാൾ കൂടുതൽ അവരുടേത് തട്ടിയെടുക്കുക. ഇങ്ങനെ ധനാഗമന മാർഗങ്ങളിലുള്ള അസന്തുലിതമായ ശൈലി നിലനിൽക്കുന്ന കാലമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന അടിസ്ഥാന തത്വമായ തൗഹീദ് പ്രചരിപ്പിച്ചതിനു ശേഷം സമൂഹത്തിൽ മൂടുറച്ചു പോയ ദുരാചാരത്തിനെതിരെ ശുഐബ് നബി അലൈഹി ഇസ്ലാം രംഗത്ത് വന്നു. അതാണ് വലാ തൻഖുസുൽ മിക്യാല വൽ മീസാൻ, അളത്തത്തിലും തൂക്കത്തിലും നിങ്ങൾ കുറവ് വരുത്തരുത് എന്ന് പറഞ്ഞത്. എന്നിട്ട് മഹാനോറുകൾ ഒരു കാരണം പറഞ്ഞു, ഇന്നി അറാക്കും ബി ഖൈരിൻ, നിശ്ചയം നിങ്ങളെ ഞാൻ നന്മയിലാണ് കാണുന്നത് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ജനങ്ങളുടേത് തട്ടിയെടുക്കാതെ തന്നെ ജീവിക്കാനുള്ള സമൃദ്ധി അള്ളാഹു നൽകിയിട്ടുണ്ട്. വഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ മുഹീത്ത്, നിങ്ങളെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു ദിവസത്തിന്റെ ശിക്ഷയെ നിങ്ങളുടെ മേൽ ഞാൻ ഭയപ്പെടുന്നു. അതായത് ഈ കൽപ്പനയ്ക്ക് വിരുദ്ധമായ ശൈലിയുമായി നിങ്ങൾ മുന്നോട്ട് പോയാൽ അടപടലം നിങ്ങളെ ബാധിക്കുന്ന തിന്മ ശിക്ഷ അല്ലാഹു തആല നിങ്ങൾക്ക് തന്നേക്കും. അതുകൊണ്ട് ജാഗ്രത പാലിക്കണം. വയാ ഖൗമി, എന്റെ ജനങ്ങളെ ഔഫുൽ മിക്യാല വൽ മീസാന ബിൽ ഖിസ്ത്, അളവും തൂക്കവും നീതിയോടുകൂടെ നിങ്ങൾ പൂർത്തിയാക്കണം. ആദ്യം പറഞ്ഞത് ഇങ്ങോട്ട് എടുക്കുമ്പോൾ അളവും തൂക്കത്തിലും കുറവ് വരുത്തരുത് എന്നാണ്. ഇനി അങ്ങോട്ട് കൊടുക്കുമ്പോഴും അങ്ങനെ തന്നെ അളവും തൂക്കങ്ങൾ നീതിയോടുകൂടെ പൂർത്തിയാക്കണം. വലാ തബ്ഖസുന്നാസ അശ്യാഅഹും, ജനങ്ങളുടെ വസ്തുക്കൾ നിങ്ങൾ അവർക്ക് കുറക്കരുത്. വലാ തഅസൗ ഫിൽ അർളി മുഫ്സിദീൻ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരായ നിനക്ക് നിങ്ങൾ നാശകാരികളായി നടക്കരുത്. അപ്പൊ ജനങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഇങ്ങോട്ടെടുക്കുമ്പോഴും അവർക്കെന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കുമ്പോഴും നീതിയോടുകൂടെ ഓരോരുത്തർക്കും അവകാശപ്പെട്ടത് പൂർണ്ണമായി അവർക്ക് തന്നെ ലഭിക്കും വിധത്തിൽ നിങ്ങൾ നീതി പുലർത്തണമെന്ന് ശുഐബ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു. എന്നിട്ട് മഹാൻ പറഞ്ഞു, ബഖിയ്യത്തുല്ലാഹി ഖൈറുൽ ലക്കും ഇൻ കുന്തും മുഅ്മിനീൻ, അള്ളാഹു നിങ്ങൾക്ക് ശേഷിപ്പിക്കുന്നതാണ് നിങ്ങൾക്ക് ഉത്തമം, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ. എന്ന് പറഞ്ഞാൽ
നിങ്ങൾക്ക് അവകാശപ്പെട്ടത് മാത്രം നിങ്ങൾ എടുത്താൽ ആ എടുക്കുന്നതിൽ അല്ലാഹു തആല നിങ്ങൾക്കൊരു ബർക്കത്ത് തരും. ആ ബർക്കത്താണ് നിങ്ങൾ മറ്റുള്ളവരുടേത് അനധികൃതമായി തട്ടിയെടുക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് നല്ലത്. ഒമാനാലൈക്കും ബിഹഫീൽ, ഞാൻ നിങ്ങളുടെ മേലിൽ കാവൽക്കാരനൊന്നുമല്ല. ചാൽ നിങ്ങൾ എന്തു ചെയ്താലും അതിന് ഉത്തരവാദിത്വം ഞാൻ പറയേണ്ടതൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്കിടയിൽ സമുദ്ധാരണ പ്രവർത്തനം നടത്താൻ നിയോഗിക്കപ്പെട്ട ഒരു പ്രവാചകൻ എന്ന നിലക്ക് സതുപദേശവും സത്യസന്ധമായിട്ട് കാര്യങ്ങളെ വിവരിച്ചു തരലും എന്റെ ബാധ്യതയാണ് എന്ന നിലക്ക് ഒരു ധാർമ്മികമായ ഒരു ഉത്തരവാദിത്തം ഞാൻ നിർവഹിക്കുകയാണ് എന്ന് ചുരുക്കം. അതായത് ഈ ഉത്തരവാദിത്തം, ഈ ഉപദേശം നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. അതേസമയത്ത് ഇത് അവഗണിക്കുകയാണെങ്കിൽ അതിന്റെ ദുരന്തം ഏറ്റുവാങ്ങേണ്ടത് നിങ്ങൾ തന്നെയാണ് എന്നർത്ഥം. ആലു, ആ ജനങ്ങൾ പറഞ്ഞു, യാ ശുഐബു, ശുഐബ് നബിയ, സ്വലാത്തുക, നിങ്ങളുടെ നിസ്കാരം തെമുറുക്ക നിങ്ങളോട് കൽപ്പിക്കുന്നുവോ, അന്നെത്തുറുക്കമായ അബുദു ആബാഉന, ഞങ്ങളെ പിതാക്കൾ ആരാധിച്ച ദൈവങ്ങൾ ഞങ്ങൾ ഉപേക്ഷിക്കണമെന്ന്. അതായത് ഞങ്ങളോട് വന്നിട്ട് ഞങ്ങൾ മുമ്പേ ആരാധിച്ചു വരുന്ന ദൈവങ്ങളൊക്കെ ഉപേക്ഷിച്ച് അള്ളാനെ മാത്രം ആരാധിക്കണം എന്നു പറയാൻ നിങ്ങൾക്ക് പ്രേരണ നൽകുന്നത് നിങ്ങൾ ഈ കാണിക്കുന്ന നിസ്കാരമാണോ എന്ന് പരിഹാസപൂർവ്വം അവർ ചോദിച്ചു. അവൻ നഫ്അല ഫി അംവാലിനാ മാ നശാ, അല്ലെങ്കിൽ ഞങ്ങളുടെ സമ്പത്തിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നത് ഉപേക്ഷിക്കണമെന്ന്. ഇപ്പൊ രണ്ട് കാര്യമുള്ളപ്പോൾ ശുഐബ് നബി അലൈഹി ഇസ്ലാം വന്നിട്ട് ചെയ്തത്, ഒന്ന് അള്ളാഹുവിന് മാത്രം ആരാധിക്കണം എന്ന തൗഹീദിന്റെ സന്ദേശം അവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു. രണ്ടാമത്തത് നാട്ടിൽ നടക്കുന്ന ദുരാചാരം, അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുക എന്നത്, അത് ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞു. ഈ രണ്ടു സതുപദേശത്തെയും കാറ്റിൽ പറത്തിക്കൊണ്ട് അവർ ചോദിക്കുകയാണ്, നിങ്ങൾ ഈ നിസ്കരിക്കാന്ന് പറഞ്ഞൊരു സംഗതി കാണിക്കണ്ടല്ലോ, അതാണോ ഇങ്ങനത്തെ ഉപദേശമൊക്കെ ഞങ്ങളുടെ ഇടയിലേക്ക് എഴുന്നള്ളിക്കാൻ നിങ്ങൾക്ക് ധൈര്യം തരുന്നത്? ഇന്നകലാന്തൽ ഹലീമുർ റഷീദ്, നിങ്ങൾ നല്ല സഹനശീലനും അതേപോലെ നല്ല വിവേകശാലിയുമായിട്ടുള്ള ആളല്ലേ, അങ്ങനത്തെ നിങ്ങൾ എന്തിനാ ഞങ്ങളോട് ഇത്തരം കാര്യങ്ങളൊക്കെ പറയാൻ വരുന്നത് എന്ന് ചുരുക്കം. അതായത് ഉപദേശത്തെ 100% പരിഹസിക്കുകയാണ് അവർ ചെയ്യുന്നത് എന്നർത്ഥം. കാല ശുഐബ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, അറഅയ്തും യാ ഖൗമി, എന്റെ ജനങ്ങളെ അറഅയ്തും നിങ്ങൾ ചിന്തിക്കൂ, ഇൻ കുന്തു അലാ ബയ്യിനത്തിൻ മിർ റബ്ബി, ഞാൻ എന്റെ നാഥനിൽ നിന്നുള്ള തെളിവിന്റെ മേലിലാണെങ്കിൽ, വറസഖനി മിൻഹു റിസ്ഖൻ ഹസന, അവൻ എനിക്ക് നല്ല ഉപജീവനം നൽകുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, അഥവാ ഞാനീ പറയുന്ന സംഗതി അള്ളാഹു എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന സത്യസന്ധമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു മെസ്സേജാണ് എന്ന് നിങ്ങളൊന്ന് കണക്കൂട്ടി നോക്കൂ. അള്ളാഹു തആല എനിക്കാണെങ്കിൽ ഇത് കൃത്യമായി പ്രബോധനം ചെയ്യാനുള്ള നിർദ്ദേശവും അതിനാവശ്യമായിട്ടുള്ള മറ്റ് സൗകര്യങ്ങളും എല്ലാം തരികയും ചെയ്തിരിക്കുന്നുവെങ്കിൽ ആ സന്ദേശം ഞാൻ നിങ്ങളിലേക്ക് കൈമാറാതെ പൂഴ്ത്തിവെക്കുന്നത് ശരിയാണോ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ എന്നർത്ഥം. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, ഒമാ ഉരീദു അൻ ഉഖാലിഫക്കും ഇലാ മാ അൻഹാക്കും അൻഹു, നിങ്ങളോട് ഞാൻ വിരോധിക്കുന്ന ഒരു കാര്യത്തിലേക്ക് നിങ്ങളിൽ നിന്ന് ഭിന്നമായി ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അളവിലും തൂക്കത്തിലും കുറവ് വരുത്തരുത് എന്ന് നിങ്ങളോട് ഞാൻ പറയാം. അള്ളാനെ മാത്രം ആരാധിക്കണം എന്നും ഞാൻ നിങ്ങളോട് പറയാം. എന്നിട്ട് ഞാൻ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുകയും ഞാൻ അളവിലും തൂക്കത്തിലും വഞ്ചന കാണിക്കുകയും ചെയ്യുന്ന ശൈലി സ്വീകരിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അഥവാ നിങ്ങളോട് കൽപ്പിക്കുന്നത് തന്നെ എന്റെ ജീവിതത്തിലും പകർത്താനാണ് എന്റെ തീരുമാനം. അതുകൊണ്ട് ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു, എന്നെ കൊണ്ടാവും വിധം നന്മയുണ്ടാക്കലാണ് എന്റെ ഉദ്ദേശം. നിങ്ങൾ ഈ അരുതായ്മകളിൽ നിന്നൊക്കെ രാജിയായി സദാചാര സമ്പന്നമായ ജീവിതം നയിക്കുന്ന നല്ല ആളുകളായി മാറാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ടാണ് എനിക്കതിന് ഭാഗ്യം ലഭിക്കേണ്ടത്. അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്, അവന്റെ മേൽ ഞാൻ ബരമേൽപ്പിക്കുകയും അവനിലേക്ക് ഞാൻ ഖേദിച്ചു മടങ്ങുകയും ചെയ്യുന്നു. അതായത് എന്നെക്കൊണ്ടാവും വിധത്തിൽ ഞാൻ ഈ നന്മകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, ഈ നന്മകൾ നിങ്ങളോട് വിശദീകരിച്ചുകൊണ്ടുമിരിക്കും. അതിന് ഏതു വിധത്തിലുള്ള പ്രതിസന്ധികൾ വന്നാലും ഞാൻ കാര്യമാക്കുന്നില്ല എന്നർത്ഥം. വയാ ഖൗമി, എന്റെ ജനങ്ങളെ, ലാ യജ്രിമന്നക്കും ശിഖാഖി അൻ യുസീബക്കും മിസ്ലു മാ അസാബ ഖൗമ നൂഹിൻ, എന്റെ ജനങ്ങളെ, എന്നോടുള്ള നിങ്ങളുടെ ഈ മാത്സര്യ ബുദ്ധി നൂഹ് നബിയുടെ ജനതയെ ബാധിച്ച, ഹൂദ് നബിയുടെ ജനതയെ ബാധിച്ച, സാലിഹ് നബിയുടെ ജനതയെ ബാധിച്ചതുപോലത്തെ ശിക്ഷ നിങ്ങൾക്ക് ബാധിക്കാൻ ഇടയാക്കാതിരിക്കട്ടെ. ഞാനീ പറയുന്ന ഹൃദയസ്പർക്കായ ഉപദേശങ്ങളെ കാറ്റിൽ പറത്തി മുൻകാല സമുദായങ്ങൾക്ക് വന്നതുപോലുള്ള ക്യാപിറ്റൽ പണിഷ്മെന്റ് അത് നിങ്ങൾക്കും വരാതിരിക്കുന്നതിനാവശ്യമായ ജാഗ്രത പാലിക്കുക.
വമാ ഖൗമു ലൂത്തിൻ മിൻകും ബബഈദ്, ലൂത്ത് നബിയുടെ ജനത നിങ്ങളിൽ നിന്ന് വിദൂരത്തല്ലല്ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത നാടനിലല്ലേ ലൂത്ത് നബിയുടെ ജനത, അവരെ നശിപ്പിക്കപ്പെട്ടില്ലേ പ്രവാചകന്റെ കൽപ്പന ധിക്കരിച്ചപ്പോൾ? അതേ ദുരന്തം നിങ്ങളും ഏറ്റുവാങ്ങാൻ എന്തിനാണ് ഈ മെനക്കെടുന്നത് എന്നർത്ഥം. അതുകൊണ്ട് വസ്തഗ്ഫിറൂ റബ്ബക്കും, കഴിഞ്ഞ കാല ജീവിതത്തിലെ അരുതായ്മകൾക്ക് നിങ്ങളുടെ നാഥനോട് നിങ്ങൾ പൊറുക്കലിനെ തേടുക. സുമ്മ തൂബു ഇലൈഹി, പിന്നെ അവനിലേക്ക് നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യുക. ഇന്ന റബ്ബി റഹീം വദൂദ്, എന്റെ നാഥനായ അള്ളാഹു വളരെ കാരുണ്യം കാണിക്കുന്നവനും വലിയ സ്നേഹമുള്ളവനുമാണ്. കഴിഞ്ഞ കാലത്ത് വന്ന തെറ്റുകുറ്റങ്ങളൊക്കെ അവൻ നിങ്ങൾക്ക് മാപ്പാക്കി തരുമെന്നർത്ഥം. കാലു, ജനങ്ങൾ പറഞ്ഞു, യാ ശുഐബു മാ നഫ്ഖഹു കസീറൻ മിമ്മാ തഖൂൽ, ശുഐബേ നിങ്ങൾ പറയണ മിക്ക വർത്താനം ഞങ്ങൾക്ക് മനസ്സിലാവണില്ല. വഇന്നാ ലനറാക ഫീനാ ലഈഫ, ഞങ്ങളിലൊരു ദുർബലനായിട്ടാണ് നിങ്ങളെ ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് നിന്റെ ഉപദേശമൊക്കെ നിർത്തിക്കളാന്നർത്ഥം. വലൗലാ റഹത്തുക ലറജംനാക്, നിങ്ങളുടെ കുടുംബമില്ലായിരുന്നുവെങ്കിൽ നിങ്ങളെ ഞങ്ങൾ എറിഞ്ഞു കൊന്നേനെ, അല്ലെങ്കിൽ ചീത്ത വിളിച്ച് നിങ്ങളെ ഞങ്ങൾ ആകെ നാറ്റിയേനേന്നർത്ഥം. ഒമാ അൻത അലൈനാ ബി അസീസ്, ഞങ്ങളുടെ മേൽ നിങ്ങൾ പ്രതാപിയൊന്നുമല്ല, അതുകൊണ്ട് നിങ്ങളെ ഉപദേശം സ്വീകരിക്കാൻ മനസ്സില്ല എന്നർത്ഥം. കാല ശുഐബ് നബി പറഞ്ഞു, യാ ഖൗമി, എന്റെ ജനങ്ങളെ, റഹ്തിയ അഅ്സു അലൈക്കും മിനല്ലാഹ്, അള്ളാഹുവിനേക്കാൾ എന്റെ കുടുംബമാണോ നിങ്ങൾക്ക് പ്രതാപമുള്ളവർ? വത്തഖസ്തുമുഹു വറാഅക്കും ളിഹ്രിയ, അള്ളാഹുവിനെ നിങ്ങൾ നിങ്ങളുടെ പുറകിലേക്ക് മാറ്റുകയും ചെയ്തിരിക്കുകയാണോ? അള്ളാഹുവിനെ അല്ലേ നിങ്ങൾ ഏറ്റവും വലിയ പ്രതാപിയായി കാണേണ്ടത്? അവന്റെ ഉപദേശമല്ലേ ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്? അതിനു പകരം നിങ്ങൾ എന്റെ കുടുംബത്തോടുള്ള പ്രതാപം മുന്നിൽ വെച്ചുകൊണ്ടാണോ എന്നെ ശിക്ഷിക്കാത്തത്? ഇത് വളരെ മോശമാണ്. ഇന്ന റബ്ബി ബിമാ തഅമലൂന മുഹീത്ത്, നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം എന്റെ നാഥൻ പൂർണ്ണമായി അറിയുന്നുണ്ട്, അർഹമായ പ്രതിഫലം അവൻ നിങ്ങൾക്ക് തരികയും ചെയ്യുമെന്നർത്ഥം. വയാ ഖൗമി, എന്റെ ജനങ്ങളെ, യഅ്മലു അലാ മക്കാനത്തിക്കും, നിങ്ങൾ നിങ്ങളുടെ നിലപാടനുസരിച്ച് പ്രവർത്തിക്കൂ. ഇന്നി ആമിലുൻ, ഞാൻ എന്റെ നിലപാടനുസരിച്ചും പ്രവർത്തിക്കാം. അതായത് ഉപദേശം ഫലിക്കുന്നില്ലെന്ന നിരാശ വന്നപ്പോഴാണ് ബഹുമാനപ്പെട്ട ശുഐബ് നബി അലൈഹി ഇസ്ലാം നിലപാട് പ്രഖ്യാപിക്കുന്നത്. സൗഫ തഅലമൂന മൻ യഅ്തിഹി അസാബുൻ യുഖ്സിഹി, മാനം കെടുത്തുന്ന ശിക്ഷ ആർക്കാണ് വരിക എന്ന് നമുക്ക് കാണാം, നമുക്കറിയാം. പിന്നീട് ഒമൻ ഹുവ കാദിബ്, ആരാണ് നമ്മുടെ കൂട്ടത്തിൽ നുണ പറയുന്നത് എന്നും നമുക്ക് മനസ്സിലാവും. വർത്തഖിബു ഇന്നി മഅക്കും റഖീബ്, നിങ്ങൾ കാത്തിരിക്കുക, ഞാനും നിങ്ങളെ കൂടെ കാത്തിരിക്കാം. വലമ്മ ജാ അംറുന, അങ്ങനെ അള്ളാഹു നമ്മുടെ കൽപ്പന വന്നപ്പോൾ നജ്ജൈനാ ശുഐബൻ വല്ലദീന ആമനൂ മഅഹ്, ശുഐബ് നബിയെയും തന്റെ കൂടെയുള്ള വിശ്വാസികളെയും നാം രക്ഷപ്പെടുത്തി. റഹ്മത്തിൻ മിന്നാ, നമ്മുടെ കാരുണ്യം മുഖേന. വഅഖദത്തില്ലദീന വലമു സൈഹ, അക്രമികളായ ആളുകൾ ഒരു ഘോര ശബ്ദം പിടികൂടുകയും ചെയ്തു. ഫസ്ബഹു ഫീ ദിയാരിഹിം ജാസിമീൻ, അങ്ങനെ അവർ അവരുടെ വീടുകളിൽ തകർന്നു വീഴുന്ന വീണ് കിടക്കുന്ന അവസ്ഥയിൽ നേരം വെളുത്തു. കല്ലം യഗനൗ ഫീഹ, അവരവിടെ ജീവിച്ചിട്ടേ ഇല്ലാത്തതുപോലെ എന്ന് പറഞ്ഞാൽ ആകെ നശിച്ച് തകർന്ന് തരിപ്പണമായി ശുഐബ് നബിയുടെ ധിക്കാരികളായ ജനത പടച്ചോന്റെ ശിക്ഷ വന്നപ്പോൾ എന്നർത്ഥം. അലാ ബുർജൽ മദിയൻ, മദിയൻ എന്ന നാടിനാകുന്നു, അല്ലെങ്കിൽ മദിയൻകാർക്കാകുന്നു ആ നാശം. കമാ ബഅദത്ത് സമൂദ്, പണ്ട് സമൂദ് ഗോത്രം നാശത്തിൽ അകപ്പെട്ടതുപോലെ. അഥവാ ശുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ ഉത്ബോധനത്തെ കാറ്റിൽ പറത്തി ഹൃദയസ്പർക്കായ ഉപദേശങ്ങളെ തള്ളിക്കളഞ്ഞ ആ ജനതയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്മൂലനാശം വരുത്തും വിധത്തിൽ ശിക്ഷ കൊണ്ട് മൂടുകയാണ് ചെയ്തത്. അതവർ ചോദിച്ചു വാങ്ങിയതായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ സമുദ്ധാരണ പ്രവർത്തനങ്ങളും സതുപദേശങ്ങളുമെല്ലാം നൽകുന്ന പുണ്യപുരുഷന്മാരുടെ ഉപദേശങ്ങളെ കാറ്റിൽ പറത്തുകയും അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ നന്യാഭിന്യാ ന്യായങ്ങൾ പറഞ്ഞ് തള്ളിക്കളയുകയും ചെയ്യുന്ന ആളുകൾ അള്ളാഹുവിന്റെ കടുത്ത ശിക്ഷ കാത്തിരിക്കണമെന്ന വല്ലാത്ത ഗുണപാഠം ഇതിലുണ്ട്. തിന്മകളിൽ നിന്ന് മാറുന്ന ശൈലി സ്വീകരിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.